തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ സാഹചര്യമാണ്. പ്രത്യേകിച്ച് തീരുമാനം എടുക്കുന്ന സമയത്ത് ആരോട് ഒരു അഭിപ്രായം ചോദിക്കണം, ആരോട് ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തീരുമാനമെടുക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ആരോട് അതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. ആദ്യമേ ചോദിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആ കാറ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. വളരെ സാമ്പത്തിക ചെലവുകളുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെലവുകൾ, അത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, അതുപോലെ അനേക കാര്യങ്ങൾ കാറിനോട് ചേർന്നുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കണം, ഒരു കാറ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്കിപ്പോൾ ഉണ്ടോ, എനിക്കതിനുള്ള കഴിവായിട്ടുണ്ടോ? ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമതായിട്ട് അതിനെ സംബന്ധിച്ച് നല്ല അറിവുള്ള മറ്റൊരാളോട് ചോദിക്കണം. ഉദാഹരണത്തിന് ഇതേ കാര്യം ചെയ്ത മറ്റൊരു വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തിയുടെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മളൊരു വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുകയാണ്. വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച നൂലാമാലകൾ, അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ, വില സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞയിടെയായിട്ട് 2-3 പ്രാവശ്യമെങ്കിലും വസ്തു കച്ചവടം നടത്തിയ ഒരാളോട് ചോദിക്കാം. അതിനെ സംബന്ധിച്ച് വലിയൊരു എക്സ്പേർട്ടിനെ നമുക്ക് ഒരുപക്ഷെ കിട്ടിയില്ലെങ്കിൽ പോലും 2-3 വസ്തു ഇടപാടുകളിൽ ഭാഗവാക്കായ ഒരാളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല അഭിപ്രായം അതിനെ സംബന്ധിച്ച് കിട്ടിയിരിക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഒരു 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 വിസയ്ക്ക് വേണ്ടി ഒരു ഏജന്റ് വന്ന് നമ്മളോട് പണം ചോദിക്കുകയാണ്. അങ്ങനെ പണം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചുമ്മാ അത് പണം എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. വളരെ നിർണായകമായ ഒരു സമയമാണ്. പണം കൊടുത്തെങ്കിൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ. പണം കൊടുത്തില്ലെങ്കിൽ വിസ ലഭിക്കുകയില്ല. പണം കൊടുത്താൽ ഒരുപക്ഷെ ആ ഏജന്റ് ആ പണവുമായിട്ട് എവിടെയെങ്കിലും പോയേക്കാം, നമ്മളെ കളിപ്പിച്ചേക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആരോട് ചോദിക്കും? അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട, വിസ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട ഏജന്റുമാരോട് ഇടപെട്ട 1-2 വ്യക്തികളെ കണ്ടെത്തി അവരോട് ചോദിച്ചാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച, ഈ ഏജന്റിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു എക്സ്പേർട്ടിനോട് അഭിപ്രായം ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ 100% അറിവുള്ള ഒരു വ്യക്തിയോട് ചോദിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിൽ കുറച്ചെങ്കിലും അറിവുള്ള ചില വ്യക്തികളോട് ചോദിച്ചാൽ നല്ലൊരു അഭിപ്രായം നമുക്ക് കിട്ടും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത, അറിവില്ലാത്ത ആളുകളോടാണ്. അങ്ങനെ നമ്മൾ കുഴപ്പത്തിൽ ചാടുകയും ചെയ്യും. ഒന്നാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് നമ്മളോട് തന്നെ ചോദിക്കണം, നമുക്കതിന് ത്രാണിയുണ്ടോ, നമുക്കതിനുള്ള ശേഷിയുണ്ടോ. രണ്ടാമതായിട്ട് അതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞിടയിലായിട്ട് വസ്തു സംബന്ധമായ, അല്ലെങ്കിൽ നമ്മൾ ഏത് നിലയിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു, ഏത് നിലയിലുള്ള ഒരു തീരുമാനമെടുക്കൽ സമയത്താണ് വന്നിരിക്കുന്നത്, ആ നിലയിൽ ഇടപെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ 1-2 പേരോട് വിവരം ചോദിക്കുന്നത് നല്ലതാണ്. ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയോട് ചോദിക്കാതിരിക്കുക, അവരോട് മിണ്ടുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ഒരു പാസ്റ്ററോട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗുരുവിനോട് നമുക്ക് ചോദിക്കാം. സ്പിരിച്വൽ ഗുരുവിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മറുപടി, ഉടനടി ഒരു മറുപടി നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും അവരാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരാ വിഷയത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ജാഗരിക്കുകയും ചെയ്യും എന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. എന്നു മാത്രമല്ല, നമ്മളൊരു ആത്മീയ പിതാവിനോട് അല്ലെങ്കിൽ ഒരു പാസ്റ്ററോട് നമ്മൾ ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്, മനുഷ്യരിലല്ല നമ്മൾ ആശ്രയിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇനി ഒരു പാസ്റ്ററോട് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ തീർച്ചയായിട്ടും വ്യത്യാസം തിരിച്ചറിഞ്ഞിരിക്കണം. എന്താണെന്ന് ചോദിച്ചു, ചില പാസ്റ്റേഴ്സ് നമ്മളോട് സംസാരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും, അവരുടെ ദർശനങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മളെ മനസ്സിലാക്കുന്നതിന് പകരം. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന വ്യക്തി, നമ്മളെ അറിയുന്ന വ്യക്തി, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി, നമ്മുടെ നന്മ അന്വേഷിക്കുന്ന വ്യക്തിയായിരിക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളോട് തന്നെ ചോദിക്കണം, അതിനെപ്പറ്റി അറിവുള്ളവരോട് ചോദിക്കണം, അതിനോടൊപ്പം തന്നെ അറിവില്ലാത്തവരോട് ചോദിക്കരുത്. പിന്നീട് മൂന്നാമതായിട്ട് കണ്ടു, ഒരു സ്പിരിച്വൽ ഗുരുവിനോട്, ഒരു ആത്മീയ പിതാവിനോട് നമ്മളൊരു അഭിപ്രായം ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ പ്രാർത്ഥന നമുക്ക് വളരെ കോട്ടയായി തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. ഈ വാക്യങ്ങൾ നമുക്ക് വളരെ പ്രചോദനമായി തീരട്ടെ. തീരുമാനമെടുക്കുന്ന സമയത്ത് എപ്പോഴും ഓർത്തോണം, വളരെ പ്രയാസമാണ് തീരുമാനമെടുക്കാൻ. എന്നാൽ ദൈവം നമ്മളെ സഹായിക്കുന്ന പക്ഷം കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകാനിടയായി തീരും. ഗോഡ് ബ്ലസ് യു.